ആകാശത്തിലുള്ളവൻ നിനക്ക് തരും. ബിലാലേ ബിലാലേ സൂക്ഷിച്ചു വെക്കല്ലേ, അള്ളാഹും സൂക്ഷിച്ചു വെച്ച് കളയും നിനക്ക് തരാതെ. അതുകൊണ്ട് ബിലാലെ കൈയഴിച്ച് ചെലവാക്ക്, അള്ളാഹ് നിനക്ക് കൈയഴിച്ചു തരും. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ചെലവാക്കി പോയി സഹോദരങ്ങളുടെ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ അഥവാ ഏതെങ്കിലും ഒരു വീട്ടുകാരൻ എന്താ ഇങ്ങോട്ട്, അല്ല ഞങ്ങളൊന്ന് കാണാൻ വന്നതാ. കണ്ടില്ലേ? അല്ല കണ്ട് എന്നാലും ഒന്ന് പറയാമെന്ന. എന്താ പറയാൻ? അല്ല നമ്മളെല്ലാരും മുസ്ലിമീങ്ങളാ. മുസ്ലിമീങ്ങളാ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയി ഇനി മേലെ ഇങ്ങോട്ട് കയറിയേക്കരുത്, എനിക്കറിയാം നിങ്ങൾ ആരാന്ന്. ഇറക്കി വിട്ട് എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ദുആ ചെയ്യും. മാറി നിന്നിട്ട്, അവരുടെ മുമ്പിൽ നിന്നൊന്നുമല്ല, മാറി നിന്നിട്ട്. അവരെ പറ്റി പരിദൂഷണം പറയൂല. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ അവർ മറന്നുപോയെന്ന് കണ്ടാൽ പിന്നെയും പോകും. പിന്നെയും വന്നോ എന്നാണ് ചോദിച്ചതെങ്കിലോ പിന്നെയും വിനയത്തോടുകൂടി താഴ്മയോടുകൂടി പിൻവാങ്ങും. ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് മറന്നെന്ന് കണ്ടാൽ പിന്നെയും പോകും. ഒരു 3-4 തവണ ചെന്ന് കഴിയുമ്പോ പറയും, പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇല്ല എന്നാ വാ ഇനി പറ. ഇത് ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക, ലോകത്ത് മുഴുവൻ നടക്കുക. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം വരും ഈ തൃശ്ശൂർ ജില്ലയിലും ഇന്നത്തെ ഈ സദസ്സ്, ഇന്ന് ലുഹറിന് മുമ്പ് നിങ്ങൾ ഈ ഏറ്റെടുത്ത ഈ ദൗത്യം, ഈ ഉത്തരവാദിത്വം, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാന്റെ അടിമകളെ ഒരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാതെ, ഒരു ബാനറും ഇല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് റസൂല്, ആഖിറം, സ്വർഗം, നരകം, ഈമാൻ, അമല്, നമസ്കാരം, ഇബാദത്ത്, സഹോദരത്തിന്റെ ജീവിതം, സാമൂഹിക ജീവിതം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മാതാപിതാക്കൾ, നല്ല മക്കൾ, നല്ല സഹോദരങ്ങൾ, നല്ല അയൽവാസികൾ, കൊടുക്കൽ വാങ്ങലിലെ വൃത്തിയും പരിശുദ്ധിയും, സാമൂഹിക ജീവിതത്തിലെ മര്യാദകളും ഇതെല്ലാം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ തൃശ്ശൂർ ജില്ലയിലെ ഒരു തെരുവും വിട്ടുപോകാതെ, ഒരു ഗ്രാമം വിട്ടുപോകാതെ നിങ്ങൾ ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഇൻഷാ അല്ലാഹ് നിങ്ങൾ കുറേശ്ശെ നാളെ മുതൽ ചെയ്തു തുടങ്ങിയാൽ അടുത്ത വർഷം തൃശ്ശൂർ ജില്ലയിലെ സമ്മേളനം വരുമ്പോൾ ഇതായിരിക്കില്ല അവസ്ഥ. കഴിഞ്ഞ തവണത്തെ തൃശ്ശൂർ സമ്മേളനത്തിനേക്കാൾ എത്രയോ മുന്നിലേക്ക് ഈ വർഷം പോയി ഇൻഷാ അല്ലാഹ്. അല്ലാഹ് അവന്റെ ഖുദ്റത്ത് കൊണ്ട് ദീനിന്റെ ദഅവത്ത് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ഓരോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നടക്കുന്ന ഒരു രംഗം നമ്മളുടെ കണ്ണുകൾക്ക് കാണിച്ചു തരൽ, അള്ളാന്റെ ഇൽമിൽ നമ്മളുടെ മസ്ലിഹത്തിന് ഉചിതമാണെങ്കിൽ അള്ളാഹ് കാണിച്ചു തരും. ഇല്ലെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ പറയും, ദുനിയാവിൽ കാണിച്ചു തരൽ ഉചിതമായി ഞാൻ കണക്കാക്കിയില്ല, അതുകൊണ്ട് ദേ കണ്ടോ നീ പരിശ്രമിച്ചു. 2010 ജനുവരി മാസം 10-ാം തീയതി സമ്മേളനത്തിൽ 9-10 തീയതികളിൽ നടന്ന തൃശ്ശൂർ ജില്ലയിലെ സമ്മേളനത്തിന് മുമ്പ് ഈ ബ്ലാങ്ങാട് കടപ്പുറത്തും ഈ തൃപ്രയാറും ഈ വാടാനപ്പള്ളി
കരുനാഗപ്പള്ളിയിലും ഈ തൃശ്ശൂരിലും ഈ കൊടുങ്ങല്ലൂരിലും ഈ നാടുകളിലെല്ലാം നിങ്ങൾ ഓടി നടന്ന് മുസ്ലിമീങ്ങളെ സന്ദർശിച്ചില്ലേ, കണ്ടില്ലേ, എല്ലാരും വരാൻ പറഞ്ഞില്ലേ? കുറച്ചു പേരല്ലേ വന്നോളൂ, വിഷമിക്കൊന്നും വേണ്ട. ദേ നോക്ക്, ഈ നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ഈ ആണുങ്ങളും ഈ പെണ്ണുങ്ങളും നാളെ മഹ്ശറിൽ അല്ലാഹു തആല കാണിച്ചു തരും. ഇതെല്ലാം നിങ്ങൾ തുടങ്ങി വെച്ച പരിശ്രമത്തിന്റെ പിൻഫലം കൊണ്ട് നിങ്ങളുടെ കാലത്തിന് ശേഷം തയ്യാറായ മുഴുവൻ സമുദായമാണ് ഖിയാമത്ത് നാൾ വരെ ഈ ജില്ലയിൽ ഈ നാട്ടിൽ എന്തെല്ലാം ഖൈറുകൾ ബർക്കത്തുകൾ അല്ലാഹു തആല ഇറക്കുമോ ഇതിനെല്ലാത്തിലും അല്ലാഹ് എനിക്ക് നിങ്ങൾക്കും പങ്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? എന്തിനാ തയ്യാറ്? ദീനിന്റെ പരിശ്രമം ചെയ്യാൻ തയ്യാറല്ല ഇൻഷാ അല്ലാഹ്? എത്ര കാലം ചെയ്യും? മരണം വരെ. എങ്ങനെ ചെയ്യും ദീനിന്റെ പരിശ്രമം? അവസാനത്തെ ഒരു കാര്യം പറയാൻ, എങ്ങനെ ചെയ്യും ദീനിന്റെ പരിശ്രമം? എത്ര ചെയ്യും ദീനിന്റെ പരിശ്രമം? ഞാൻ ദീനിന്റെ പരിശ്രമം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യയെ കൊണ്ടുപോയി വിധവാ സംരക്ഷണ കേന്ദ്രത്തിലാക്കി. ഭാര്യയെ കൊണ്ടുപോയി എവിടെയാക്കി? വിധവാ സംരക്ഷണ കേന്ദ്രത്തിലാക്കി. മക്കളെ കൊണ്ടുപോയി യതീം ഖാനയിലാക്കി. ഞാൻ പോകുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഇങ്ങനെ ചെയ്യുമോ ദീനിന്റെ പരിശ്രമം? പറയും, ഇങ്ങനെ ചെയ്യുമോ? ഇങ്ങനെ ചെയ്യാൻ അനുവാദമില്ല. ലാ റഹ്ബാനിയത ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ സന്യാസമില്ല. ദീനിന്റെ പരിശ്രമത്തിന്റെ പേരും പറഞ്ഞ് സമ്പാദ്യ മാർഗത്തിലും കുടുംബജീവിതത്തിലുമുള്ള ഉത്തരവാദിത്തങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അതിൽ അലസനും മടിയനും ആയിക്കൊണ്ട് അള്ളാന്റെ ദീനിന്റെ പരിശ്രമമെന്നും പറഞ്ഞ് ഒരു ചിട്ടയും ഒരു അടുക്കും ഇല്ലാതെ നടക്കൽ ഇത് സന്യാസമാണ്. ഇതിന് നമുക്ക് അനുവാദമില്ല. നേരെ തിരിച്ചുമില്ല. കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്വം, സമ്പാദ്യ മാർഗത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ പേരും പറഞ്ഞ് ദീനിന്റെ പരിശ്രമത്തിൽ അലസനും മടിയനുമായിട്ട് ജീവിക്കൽ ഇതിനും അനുവാദമില്ല. മറ്റേത് സന്യാസമാണ്. കുടുംബജീവിതത്തിന്റെ സമ്പാദ്യ മാർഗത്തിന്റെ പേരും പറഞ്ഞ് ദീനിന്റെ പരിശ്രമത്തിൽ അലസനാകൽ എന്താണ്? മറ്റേത് സന്യാസം. ഇത് തോന്നിവാസം. ഇസ്ലാമിൽ തോന്നിവാസം ഉണ്ടോ? ഇസ്ലാമിൽ തോന്നിവാസവുമില്ല. ഇതിന്റെ രണ്ടിലെ നടുക്കാണ് മുസൽമാൻ. ഇസ്ലാം നല്ല കുടുംബജീവിതം, നല്ല സമ്പാദ്യ മാർഗം, നല്ല ദീനിന്റെ പരിശ്രമം. എന്താ ഇൻഷാ അല്ലാഹ്? അതുകൊണ്ട് നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ ഈ 3 രംഗത്ത് ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയെ പിൻപറ്റി സഹാബാക്കളായ മഹാന്മാർ ജീവിച്ചതുപോലെ ജീവിക്കും എന്ന് ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കുന്നവർ മരിക്കുന്നത് വരെ നല്ല കുടുംബജീവിതം, നല്ല സമ്പാദ്യ മാർഗം, നല്ല ദീനിന്റെ പരിശ്രമം, ഇതിൽ ഞാൻ 3 രംഗത്തും സജീവനായിക്കൊണ്ട് മരിക്കുന്നവരെ പരിശ്രമിക്കും. നല്ല കുടുംബജീവിതവും നയിക്കും, നല്ല സമ്പാദ്യ മാർഗത്തിലും ഏർപ്പെടും, നല്ലപോലെ ഞാൻ ദീനിന്റെ പരിശ്രമവും ചെയ്യും.